തീർച്ചയായും രാജീവ് സാർ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാലാവസ്ഥയ്ക്ക് അറിയില്ല അത് ഏത് രാജ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു രാജ്യം അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും മറ്റു പല രാജ്യങ്ങളും അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ. അവിടെ ഇപ്പോൾ ഈ ഒരു പിന്മാറ്റം അത് എത്രത്തോളം അപകടകരമാണ്. ഒപ്പം പല യുദ്ധങ്ങളിലേക്കും ഇനി ഫണ്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല, ഒഴിവാക്കുമെന്ന് ഒരു വശത്ത് പറയുന്നു. ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കാര്യത്തിലൊക്കെ ഒരുപക്ഷെ വ്യക്തമായ തീരുമാനം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം. അതോടൊപ്പം സമാധാനത്തിനുള്ള വാതിലുകൾ തുറന്നിടുമ്പോൾ തന്നെ പല ചോദ്യങ്ങളും പുതുതായി വന്ന് ഒരു യുദ്ധ പ്രഖ്യാപനമാണോ എന്ന സംശയവും ഇവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ അവിടെ വളരെ സൂക്ഷ്മതയോടെ അല്ലേ ആ വിഷയങ്ങളെ ട്രംപ് സമീപിച്ചത്? യുദ്ധത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 10 അമേരിക്കൻ പ്രസിഡൻസിനെ എടുത്ത് നോക്കുമ്പോൾ ആകെപ്പാട് യുദ്ധത്തിന് പോകാത്ത ഒരേ ഒരു പ്രസിഡൻ്റേ ഉണ്ടായിട്ടുള്ളൂ, ട്രംപാണ്. അത് വാസ്തവത്തിൽ വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. കാരണം ഒബാമയ്ക്ക് നൊബേൽ പീസ് പ്രൈസ് കിട്ടിയാണ്. ഒബാമ പല യുദ്ധത്തിനും പോയി, ക്ലിൻറ്റൺ പോയി, ജോർജ് ഡബ്ല്യു ബുഷ് പോയി, അപ്പോൾ അവരെല്ലാം പോയി. പക്ഷേ ട്രംപ് മാത്രം ഒരു യുദ്ധത്തിന് പോയില്ല. അത് വാസ്തവത്തിൽ ട്രംപിനൊരു തിരിച്ചടിയായി. കാരണം അവിടുത്തെ ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ടല്ലോ, അമേരിക്കയിൽ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറയുന്ന ഡീപ്പ് സ്റ്റേറ്റ്, അത് ട്രംപിന് എതിരാകാനുള്ള ഒരു റീസൺ കൂടെ അതാണ്. പക്ഷേ എന്തായാലും ഇപ്പോൾ എനിക്ക് ഒരു പ്രത്യാശയുള്ളത് ഈ യുക്രൈൻ യുദ്ധം അനാവശ്യമായിട്ട് അമേരിക്ക അതിനകത്ത് വലിഞ്ഞു കയറിയതാണ്. റഷ്യയെ പ്രകോപിപ്പിച്ച് അവരെ കൊണ്ട് ആ നേറ്റോനെ എക്സ്പാൻഡ് ചെയ്യുന്നുള്ള ആ ഒരു ഇതിൻ്റെ പേരിലാണ് യുക്രൈനെ അവർ ആക്രമിക്കാൻ ഇടയായത്. അതിന് മിക്കവാറും ട്രംപിന് നിർത്താൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ വളരെയധികം പണവും പിന്നെ രക്തവും ഒഴുക്കാതെ തന്നെ ആ യുദ്ധം ഒരു പീസ്ഫുൾ എൻഡിങ്ങിലേക്ക് കൊണ്ടുവന്ന് സീസ് ഫയർ ആക്കുകയാണ് ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ ഗാസയിലും വെടിനിർത്തലുണ്ടായി. അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് എനിക്കറിയില്ല, പ്രതീക്ഷയുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിലവിലുള്ള 1-2 വലിയ യുദ്ധങ്ങൾ നിൽക്കുകയാണ്. കുറേ ചെറിയ ചെറിയ യുദ്ധങ്ങളുണ്ട്, പക്ഷേ ഈ വലിയ യുദ്ധങ്ങൾ നിൽക്കുകയാണെങ്കിൽ ലോകത്തിന് വളരെ നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്. അതിൻ്റെ കൂടെ ഞാൻ വേറൊന്നുകൂടെ പറയട്ടെ. ഈ എല്ലാവരും പാനമ കനാലിൻ്റെയും ഗ്രീൻലൻഡിൻ്റെയും പിന്നെ ഗോകുമാർ സാർ പറഞ്ഞു, പോൾ ആൻ്റണിയും പിന്നെ കാനഡയുടെയും കാര്യം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള കാര്യം എന്താണെന്ന് ഞാൻ വിശകലനം നടത്തിയപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതും ഈ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഈ ആർട്ടിക് ഓഷ്യൻ അത് ഐസ് ഫ്രീ ആകുന്നുണ്ട് ഈ കാലാവസ്ഥ മാറിയത് കൊണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ കൂടെ ചൈന പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്, ആർട്ടിക് സിൽക്ക് റൂട്ട് ഞങ്ങൾ കൊണ്ടുവരാം. അതായത് പസഫിക്കിൽ നിന്ന് പിന്നെ അറ്റ്ലാന്റിക്കിലേക്കുള്ള ട്രേഡ് അതുവഴി വരാം എന്ന് ചൈന പ്രഖ്യാപിച്ചു. അതിൻ്റെ ഒരു ഒന്നാമത്തെ ഫലം എന്താണെന്ന് പറഞ്ഞാൽ ഉടനെ റഷ്യയാണ് ആ ആർട്ടിക്കിൽ ഒരുപാടുള്ളത്. അവരവരുടെ 15 സെൻറ്റേഴ്സ് മിലിറ്ററൈസ് ചെയ്തു, അവരുടെ ഓരോ ഔട്ട് പോസ്റ്റ്. അപ്പോൾ അവർക്ക് പേടിയുണ്ട് ചൈന അങ്ങനെ വരുമെന്ന്. അപ്പോൾ ഈ ട്രംപ് പറയുന്നത് അലാസ്ക പോലെ തന്നെ ഈ ഗ്രീൻലൻഡും കാനഡയും അമേരിക്കയുടെ സ്ട്രോങ് കൺട്രോൾ വരും. എനിക്ക് തോന്നുന്നില്ല അവരെ ആക്രമിച്ച് പിന്നെ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഇമ്പീരിയൽ ആംബിഷൻ അല്ല. അവരുമായിട്ടൊരു സഖ്യം ഉണ്ടാക്കിയിട്ട് ഈ ചൈനയുടെ ഈ ആർട്ടിക് സിൽക്ക് റൂട്ടിന് പകരം ഈ കാനഡയുടെയും പിന്നെ ഗ്രീൻലൻഡിൻ്റെ ആ ഭാഗത്തൂടെ പണ്ടേ ഉള്ളൊരു ഇതുണ്ട്, നോർത്ത് വെസ്റ്റ് പാസേജ് എന്നും പറഞ്ഞ് ഒരു ഫേബിൾഡ് ഒരു ഇതാണ്. അതുവഴി പോവുകയാണെങ്കിൽ പാനമ കനാലിലുള്ള ആ ഒരു വാസ്തവത്തിൽ പാനമ കനാൽ കുറച്ച് ക്രൗഡഡ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കപ്പൽ പോകുന്നുണ്ട്, ഭയങ്കരമായിട്ട് അവരുടെ റേറ്റും കൂട്ടി. അതിന് പകരം ഒരു ഓൾട്ടർനേറ്റീവായിട്ട് അതേ കൂടെ പോകാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരു ഇമ്പീരിയലിസത്തിൻ്റെ പേരിലാണ്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഈ ജിയോ എക്കണോമിക്സിലേക്ക് ഒരു നിമിഷം കൊണ്ട് കടക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോക്ക് പോയിൻ്റ് ഉണ്ട്. അതായത് സ്ട്രെയ്റ്റ്സ് ഓഫ് മലാക്ക. അവരുടെ 80% എനർജിയും 60% ട്രേഡും പോകുന്ന ഒരു കനാലാണത്, ആ ഒരു സ്ട്രെയ്റ്റാണ്. അതിന് മറ്റ് ശക്തികൾ വന്ന് അതിനെ ബ്ലോക്ക് ചെയ്യുമെന്ന് അവർക്ക് പേടിയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്ത്യക്ക് നിക്കോബാറിൽ വലിയൊരു നേവൽ ബേസ് വരുന്നുണ്ട്. അത് വരികയാണെങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ് ട്രാഫിക് ത്രൂ ദി സ്ട്രെയ്റ്റ്സ് ഓഫ് മലാക്ക. അതുപോലെ അമേരിക്കയ്ക്കും കുറച്ചൊക്കെ ഓസ്ട്രേലിയയ്ക്കും ക്വാഡ് ശക്തികൾക്ക് അത് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ചൈനയുടെ ഉദ്യമം വേറൊരു ഓൾട്ടർനേറ്റീവ് ഇസ്ത്മസ് ഓഫ് ക്ര എന്ന് പറഞ്ഞ്, അതായത് തായ്ലൻഡിൽ കൂടെ ഒരു കനാൽ ഉണ്ടാക്കാനും അതുമാത്രമല്ല മൂന്നാമതായിട്ട് ചിറ്റഗോങ് പോർട്ടിലേക്ക് വരാനും ഒക്കെയുള്ള പല കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ ട്രേഡിന് എന്തെങ്കിലും പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഈ ആർട്ടിക് സീ റൂട്ട് നോക്കുന്നത്. മാത്രമല്ല വേറൊന്നും കൂടെ അവർ ചെയ്തിട്ടുണ്ട്. ബ്രസീലിൻ്റെ ഒരു പോർട്ടിൽ നിന്ന് പെറുവിൻ്റെ ഒരു പോർട്ടിലേക്ക് ദേ ആർ ബിൽഡിംഗ് എ 3000 മൈൽ റെയിൽ റോഡ്.
അതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്, അറ്റ്ലാന്റിക്കിൽ നിന്ന് പസഫിക്കിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് വൻ ശക്തികളും ജിയോ ഇക്കണോമിക്സിൻ്റെ പേരിൽ ട്രേഡ് റൂട്ട്സ് നോക്കി പോകുന്നതിൻ്റെ ഒരു അനന്തര ഫലമാണ് ഈ ഗ്രീൻലൻഡ്, പാനമ ആൻഡ് പിന്നെ കാനഡയെ പറ്റി ട്രംപ് പറയുന്നതെന്നാണ് എൻ്റെ വിശ്വാസം.